അപ്പം ഞങ്ങൾ ഇന്ന് 9th മന്തിൽ ഫസ്റ്റ് ചെക്കപ്പിന് പോവാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല മഴയാണ്. സംഭവം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ മഴ പെയ്താൽ അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എവിടെയെങ്കിലും പോകാൻ നേരം മഴ പെയ്താലോ അത് നമുക്ക് എങ്ങുമില്ലാത്ത ദേഷ്യം വരും അല്ലേ. ഇന്നിപ്പോൾ ദേഷ്യം തോന്നിയിട്ട് പോയിട്ട് കാര്യമില്ല, പോയല്ലേ പറ്റൂ. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ ഇരുന്നാൽ ബോറടിക്കുമെന്ന് പറഞ്ഞ് രണ്ടാളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങാനും വരുമ്പോൾ ലൈറ്റ് ആയാലോ എന്ന് വെച്ച് പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല. കൊടുങ്ങല്ലൂരുള്ള പണിക്കേഴ്സ് ഹോസ്പിറ്റലിലാണ് കേട്ടോ ഞാൻ കാണിച്ചേക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് റിയാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്തതെന്ന് അമലാപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ കാണിക്കാമെന്ന് വെച്ചത്. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അത് എടുത്ത് പറയേണ്ട ഒന്നാണ്. ഭയങ്കര പീസ്ഫുൾ ഏരിയ ആണ് കേട്ടോ. ഈ ഒരു പ്ലേസ് കാണുമ്പോൾ ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നത് ഞാൻ 10th വരെ പഠിച്ച സെൻറ്റ് ജോസഫ് ഹൈസ്കൂളാണ്. അതൊക്കെ ഒരു കാലം അല്ലേ. വിചാരിച്ച പോലെ തന്നെ ഇത് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. രണ്ടാളും കൂടെ കൂട്ടി വെറുതെ ആയില്ല. ഇതിനും പേരും വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു എന്നാണ് രണ്ടാളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റിയത്. ഞാൻ ഡോക്ടർ കൃഷ്ണയാണ് കാണിക്കുന്നത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് അതിൻ്റേതായ രീതിക്ക് ഹാൻഡിൽ ചെയ്യും. നമ്മൾ ടെൻഷനൊക്കെ പമ്പ അടക്കുകയും ചെയ്യും. അങ്ങനെ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അത്യാവശ്യം നേരം വൈകിയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ പോയത് കൊടുങ്ങല്ലൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തായ്ക്ക ബസ്സിൽ പോണ ദിവസം സ്ഥിരം ഫുഡ് കഴിക്കാൻ പോണ ഒരു സ്പോട്ടുണ്ട്, ദിൽസി കഫേ. അവിടെയാണ് ഞങ്ങൾ പോയത്. ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ അഫോർഡബിൾ റേറ്റാണ്. 100 രൂപ ഉള്ളൂ. 100 രൂപ ഉള്ളൂ എന്ന് വെച്ച് അതിൻ്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒരു വ്യത്യാസമില്ല കേട്ടോ. പക്കയാണ്. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ കേട്ടോ. അത്യാവശ്യം നല്ല വിശപ്പുള്ളതുകൊണ്ട് മാത്രം ദാക്കിയും മിച്ചും ഫുൾ ചിക്കൻ ബിരിയാണിയും, ഫുഡ് കഴിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഹാഫ് ബിരിയാണി, മിന്നുനും ഹാഫ് ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ആക്കിയത്. അതിൻ്റെ ഇടയിൽ നായിക്കാട് ഒരു റൊമാൻസും. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 ലൈമും ഓർഡർ ചെയ്തിരുന്നു. അങ്ങനെ ഫുഡ് എടുക്കുക കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ചെറിയൊരു പർച്ചേസിങ്ങിനാണ്. ബേബിക്ക് വേണ്ട അത്യാവശ്യം കുറച്ച് ഐറ്റംസ്, പിന്നെ എനിക്കും, ഞാനാണല്ലോ മെയിൻ. അതന്നെ. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നായിക്കാടൊരു ചോദ്യം, ചൂടുള്ള എന്തെങ്കിലും കഴിക്കാൻ വേണോന്ന് ചോദിച്ച സ്ഥിതിക്ക് വേണ്ട എന്ന് പറയാൻ നിന്നില്ല. അങ്ങനെ അവിടെ നിന്ന് നല്ല ചൂടുള്ള ബജിയും വാങ്ങി കുറച്ചങ്ങ് നീങ്ങിയപ്പോൾ ഉണ്ട് പിന്നെ ഒരു ചോദ്യം, പച്ചക്കറി വല്ലതും വേണോ? പിന്നെയും വേണ്ടാന്ന് പറഞ്ഞില്ല, അതും അങ്ങ് വാങ്ങി. അങ്ങനെ മീൻ വാങ്ങി, ചിക്കൻ വാങ്ങി. ലാസ്റ്റ് കയ്യിലെ കാശങ്ങ് തീർന്നപ്പോൾ പിന്നെ വേണോ എന്നുള്ള ഒരു ചോദ്യം അതങ്ങോട്ട് നിന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നായിക്കാട് ഒരു ഡയലോഗ്, ആ ഉമ്മാനം കൂട്ടി ബസ്സിലങ്ങ് വിട്ടാൽ മതിയായിരുന്നു എന്ന്. പിന്നെ അങ്ങോട്ടുള്ള മൊത്തം സംസാരം ഞങ്ങൾ ഇന്നത്തെ പർച്ചേസിങ്ങിനെ കുറിച്ചായിരുന്നു. എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം അങ്ങനെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വീടങ്ങ് എത്തി. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ, സീ യു. ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. താങ്ക് യു.